അധ്യാപകരെ ബാധിക്കുന്ന ചെറിയ പ്രശ്നം, ഒന്ന് അവരുടെ വോക്കൽ കോഡിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, അവർ ഹൈഡ്രേഷൻ്റെ പ്രോബ്ലമായിട്ടോ അല്ലെങ്കിൽ വീക്ക്നെസ് വന്നതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ, മറ്റു പല ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. മൂന്നാമതായിട്ട്, അമിതമായിട്ട് നിൽക്കുന്ന അധ്യാപകരാണെങ്കിൽ കാലിൽ നീര് വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ള ചെറിയ ടിപ്പ് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിറ്റാമിനും സപ്ലിമെൻറ്റ്സിനും ന്യൂട്രിയൻസും കാര്യങ്ങളും അമിതമായിട്ട് ചുമ്മാ എടുത്ത് കഴിക്കരുത്. പക്ഷേ ചില സമയങ്ങൾ അത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം പറഞ്ഞ കാര്യം അവരുടെ വോക്കൽ കോഡിൻ്റെ പ്രോബ്ലമാണ്. അതായത് അവരുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത്, മൈക്രോഫോണൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അമിതമായിട്ട് സൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പം അമിതമായിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നോർമൽ രീതിയിലുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന സംസാരിക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സമയത്തോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വോക്കൽ കോഡിന് അമിതമായിട്ടുള്ള ഫംഗ്ഷനിങ് വേണ്ടി വരും. കൂടുതൽ ഫംഗ്ഷൻ എടുക്കുന്ന സമയത്താണ് വോക്കൽ കോഡിൻ്റെ കോശങ്ങൾക്ക് ഡാമേജ് വരാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല അവിടേക്ക് ആവശ്യമായ ന്യൂട്രിയൻസും സപ്ലിമെൻറ്റ്സും എത്താത്തതിനാൽ തന്നെ അത് റിപ്പയറിങ്ങോ അല്ലെങ്കിൽ അത് സോൾവ് ആക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതൊരു ഇൻഫ്ലമേഷൻ ആകും. ഈ ഇൻഫ്ലമേഷൻ ആയതിനു ശേഷം വീണ്ടും ക്ലാസ് എടുക്കേണ്ടി വരും. അത് ഇൻഫെക്ഷൻ ആവും. പിന്നെ അത് ഒരു ടെമ്പററി ആയിട്ട് സൗണ്ട് പോകുന്ന ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് സപ്ലിമെൻ്റ് ഭാഗത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നാം എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ സപ്ലിമെൻ്റ് ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ മരുന്ന് കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഗുളിക എടുക്കണമെന്നോ അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമതായിട്ട് വൈറ്റമിൻ സി വേണം, അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ്റെ ചാൻസ് വളരെയധികം കുറയ്ക്കും. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഞാൻ പറഞ്ഞ പ്രകാരം ന്യൂട്രിയൻസും വിറ്റാമിൻസും കാര്യങ്ങൾ ലഭ്യത കുറയുന്നത് കാരണമായിട്ട് ഇൻഫെക്ഷൻ ചാൻസ് ഉണ്ടായിരിക്കില്ല. ഇനി അഥവാ എന്തെങ്കിലും സെൽ ഡാമേജോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് റിപ്പയർ ചെയ്യാനുള്ള ചാൻസുകളും കൂടുതലായിരിക്കും. വൈറ്റമിൻ സി എന്ന് പറയുന്ന ഭക്ഷണം കൂടുതലും കാണപ്പെടുന്നത് വിറ്റാമിൻ കൂടുതലും കാണപ്പെടുന്നത് സിട്രസ് ഫ്രൂട്ടുകളാണ്. ഓറഞ്ച്, ബ്രുത്തുഹാല്, ലെമൺ ജ്യൂസ്. അപ്പോൾ ചെയ്യേണ്ടത് വൈകിട്ട്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ചായ കുടിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഐ റെക്കമെൻഡ് യു ടു ടേക്ക് ദ ലെമൺ ജ്യൂസ്. ഒരു നാരങ്ങയുടെ വെള്ളം പഞ്ചസാര ഇടിച്ച് ഉപ്പിട്ട് കുടിക്കുകയാണെങ്കിൽ മച്ച് മോർ ബെറ്റർ. കാരണം ഉപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ കൂടി ഹീൽ ചെയ്യുന്ന പ്രോസസ്സ് ഉപ്പിനുണ്ട്. വൈറ്റമിൻ സി ആകുമ്പോൾ ഇമ്മ്യൂണിറ്റി പ്രോപ്പർ ആക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് കേട്ടോ. സിങ്ക് അടങ്ങിയിട്ടുള്ള ഗുളികളെയും കുടിക്കാൻ പറയുന്നില്ല. ഇത് നമ്മുടെ ദഹനത്തെയും സ്വാധീനിക്കുന്നുണ്ട്. മാത്രമല്ല ത്രോട്ടിൻ്റെ ഇൻഫെക്ഷൻ്റെ ചാൻസ് വളരെയധികം കുറയ്ക്കും ഈ സപ്ലിമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ. സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്തൊക്കെയാണ്? മുട്ട, ഓട്സ്, തൈര്, അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ്സ്. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ്സ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. മുട്ട, തൈര്, ഓട്സ് കാര്യങ്ങളിൽ തന്നെ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് വൈറ്റമിൻ എ. നമ്മുടെ വോക്കൽ കോഡിലൊക്കെ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ടായിരിക്കും. നമ്മുടെ ഭാഗത്തുള്ള സ്കിൻ ഉണ്ടല്ലോ, നമ്മുടെ വായയുടെ ഉള്ളിലൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഈ സ്കിന്ന് കുറച്ചുകൂടി മ്യൂക്കസ് ആയിരിക്കും. കുറച്ച് വെള്ളത്തിൻ്റെ അംശങ്ങൾ കൂടുതലുള്ള ഭാഗമായിരിക്കും. അപ്പോൾ ഈ മ്യൂക്കസ് മെംബ്രെയിന് കൂടുതൽ ഉണ്ടാകപ്പെടുന്ന ഭാഗമാണ് ഈ ത്രോട്ടിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ വോക്കൽ കോഡിൻ്റെ ഭാഗങ്ങളും. അപ്പോൾ അവിടെ എപ്പോഴും നനവുണ്ടാവാനും അതുപോലെ തന്നെ അതിൻ്റെ ഹീലിങ്ങും പ്രോപ്പറായി നടത്തണമെങ്കിൽ വൈറ്റമിൻ എയുടെ പ്രസൻസ് അത്യാവശ്യമായിട്ടുണ്ട്. ഗുളിക കുടിക്കുകയല്ല, വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഭക്ഷണങ്ങളാണ് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. നാലാമതായിട്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സപ്ലിമെൻറ്റ്സ് നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോർ ത്രോട്ടിൻ്റെ റിലാക്സേഷൻ കുറച്ചും കൂടി ഈസി ആക്കും. സ്ട്രെയിനോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി റിലാക്സ് ആക്കുന്ന പ്രോസസ്സ് മഗ്നീഷ്യത്തിനും കഴിയുന്നുണ്ടായിരിക്കും. അഞ്ചാമതായിട്ട് പ്രോബയോട്ടിക്സ് ആണ്. ആക്ച്വലി ഇതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ദഹനത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രോബയോട്ടിക്സ്. ഐ മീൻ തൈര് എന്ന് പറയും. തൈരിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് സിങ്ക്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിങ്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങളുടെ ഇൻഫെക്ഷൻ കുറയ്ക്കുകയല്ല, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കഴിക്കുന്ന കാര്യങ്ങളല്ല, ഡെയിലി ഒരു ലസ്സിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാൽഷ്യം കിട്ടും കേട്ടോ. പിന്നെ ഹണി, ഷുഗർ, ലെമൺ, ജിഞ്ചർ പോലത്തെ ഒരു ടിപ്പുകളാണ് പലർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. അതായത് ചിലതോ ഈ തൊണ്ടവേദന ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം റെമഡിയാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ. അപ്പോൾ അത് മിക്സഡ് ഉപയോഗിക്കാം. അത് ഈ പറയുന്ന ത്രോട്ടിലെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടുതലായിരിക്കും. മാത്രമല്ല ഞാൻ പറഞ്ഞു, ആദ്യം ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആയിട്ട് മാറും, പിന്നെ അത് ഇൻഫെക്ഷൻ ആയിട്ട് മാറും. അപ്പോൾ ഇൻഫ്ലമേഷൻ സ്റ്റേജിൽ തന്നെ അതിന് ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന ഹണി, സോൾട്ട്, ലെമൺ, ഷുഗർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് മിക്സ് ആക്കാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ച് ഈ പറയുന്ന രീതിയിലേക്ക് തന്നെ നിങ്ങളുടെ സപ്ലിമെൻറ്റ്സ് പ്രോപ്പർ ആക്കി നിങ്ങൾക്ക് കൊണ്ടുനടത്താൻ വേണ്ടി പറ്റും. ഈ ഇൻഫെക്ഷൻ ചാൻസ് വളരെയധികം കുറയ്ക്കാനും സഹായിക്കും. ഇനി മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നുള്ള കണ്ടീഷനാണ്. നിങ്ങൾ ഒരിക്കലും തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പാടില്ല. ഒരിക്കലും തന്നെ മൂത്രം ഒഴിക്കുന്നതിൻ്റെ അളവും കുറയ്ക്കാൻ പാടില്ല.
നിങ്ങൾ വെള്ളം അമിതമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ ടെൻഡൻസി കൂടും. പക്ഷേ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളത്തിന് കുറവായിരിക്കും. കാരണം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ തന്നെ ക്ലാസ് കണ്ടിന്യൂസ് 1-2 പീരിയഡ്സ് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വെള്ളം കുടിക്കാനുള്ള സമയം ഉണ്ടായിരിക്കില്ല. മാത്രമല്ല അതിൻ്റെ ഒരു ഫെസിലിറ്റി ചിലപ്പോൾ ആ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ സമയങ്ങളിൽ വെള്ളം കുടിക്കുന്ന കാര്യം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് എയർ സർക്കുലേഷൻ കൂടുതൽ നടക്കുന്നതായിരിക്കും. ഐ മീൻ എയർ നല്ലോണം വായനുള്ളിലേക്ക് പോകും. ഇത് മാക്സിമം വാപ്പറൈസേഷൻ നടക്കും. നമ്മുടെ കോശങ്ങളിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശങ്ങൾ മാക്സിമം എയറിലോട് തിരിച്ചു വലിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വായ വരളാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ വരൾച്ച ഒഴിവാക്കും. ഈ നമ്മുടെ ഹൈഡ്രേഷൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. ഒന്ന്. രണ്ടാമത് വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പോകേണ്ടി വരും. അപ്പം ഈ ക്ലാസ് എടുക്കുന്ന ഇടയിൽ മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കില്ല. കാരണം ക്ലാസ്സിനിടയിൽ ഡിസ്റ്റർബൻസ് ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മൂത്രം ഒരിക്കലും തന്നെ പിടിച്ചു നിൽക്കാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നാണ് മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കണം, നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ 2 പീരിയഡ്സും 3 പീരിയഡ്സൊക്കെ ഒരുമിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പീരിയഡ്സിന് ഫുള്ളായി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്യാപ്പിൽ കുറച്ച് സമയം നിങ്ങൾ ബ്രേക്ക് എടുക്കണം. ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്തിന് ശ്രദ്ധിക്കേണ്ടത് ബ്രീത്തിങ് എക്സസൈസുകൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓക്സിജൻ പ്രോപ്പർ അത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വലിച്ചു ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം വേണം നിങ്ങളത് പുറത്ത് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഒന്ന് ബ്രേക്കിംഗ് വേണം. രണ്ടാമതായിട്ട് ആ ബ്രേക്കിങ്ങിന് സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലേക്ക് തന്നെ ബ്രീത്തിങ് എക്സസൈസുകളും ചെയ്യണം. മൂന്നാമതായിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒരു വാമപ്പ് എക്സസൈസ് കൊടുക്കണം. ഈ പറഞ്ഞ ബ്രീത്തിങ് സംഭവം തന്നെ ബ്രേക്കിങ്ങിൻ്റെ സംഭവം തന്നെയാണ്. അത് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു ബ്രീത്തിങ് എക്സസൈസും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ബെറ്റർ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ കഫക്കെട്ട് അല്ലെങ്കിൽ ഈ ത്രോട്ട് പെയിൻ അല്ലെങ്കിൽ സോ ത്രോട്ട് തൊണ്ടവേദന ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞു? ഗാർഗിൾ ചെയ്യുക. ഉപ്പിട്ട വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുക. പോയിന്റ് നമ്പർ 1. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇഞ്ചി അരച്ച് കലക്കിയിട്ടൊക്കെ നമ്മളിങ്ങനെ കഴിക്കാൻ അരച്ചിട്ട് ഈ ലെമണൊക്കെ ഒഴിച്ചതിന് ശേഷം കഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും അത് എഫക്റ്റീവായി തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി എടുത്തിട്ട് വായിലിട്ട് വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ കഴിഞ്ഞ സമയത്ത് ഒരു കടി കടിക്കുക. കാരണം അതിൽ നിന്നൊരു നീര് വരും. ഈ നീര് ഈ വരുന്ന ത്രോട്ടിൻ്റെ ഭാഗത്തൂടെ ഇങ്ങനെ മൂവ് ചെയ്യും. നമ്മൾ ഒരു തവണ സിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് താഴോട്ട് പോകാൻ. പക്ഷേ ഇവിടുത്തെ കോശങ്ങൾക്കുള്ള ഹീലിംഗ് നടക്കണമെങ്കിൽ അത് പതുക്കെ അങ്ങനെ ഇറങ്ങി പോകണം. അപ്പോൾ ഓരോ തവണ നിങ്ങൾ കഴിക്കുന്ന സമയത്തും അതിന് നീരങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാം. കാരണം ഇന്ന് ഞാൻ ക്ലാസ് എടുത്തു, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, സോത്രോട്ടിന് നാളെ ക്ലാസ് എടുക്കേണ്ടി വരും. നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രമേ ഉള്ളൂ. ഉപ്പിട്ട വെള്ളത്തിൽ ഗാർഗിൾ ചെയ്യാം. 1. രണ്ടാമതായിട്ട് ഇഞ്ചി ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്ന രീതിയിലേക്ക് വായിൽ വെക്കുക. ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു ഇഞ്ചി വായിലിട്ട് വെക്കുകയും ചെയ്യാം. അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അധ്യാപക ദിനത്തിൽ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അറിവായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. മനസ്സിലായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.